നമസ്കാരം. ഏഴാം തരം ഹിന്ദി ഫസ്റ്റ് ടേം പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളാണ് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ചെറു വിവരണം കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ എഴുതാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. पंडित जवाहरलाल नेहरू स्वतंत्र भारत के प्रथम प्रधानमंत्री थे. उनका जन्म इलाहाबाद में हुआ. वे बड़े कुशल राजनीतिज्ञ, महान लेखक और अतुल देश प्रेमी थे. नेहरू जी 17 साल तक हमारे प्रधानमंत्री रहे. वे बच्चे को बहुत प्यार करते थे, इसलिए भारत के बच्चे उनको चाचा नेहरू कहते थे. पंडित जवाहरलाल नेहरू कौन थे? उनका जन्म कहाँ हुआ? वे कैसे व्यक्ति थे? वे कितने साल तक പ്രധാനമന്ത്രി രഹേ? ഭാരത് കെ ബच्चे ഉनको क्या कहते थे? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും. ഒന്നുകൂടി നോക്കാം. राजू आलसी लड़का था. वो खेलने के लिए बगीचे में गया. उसने एक तितली देखी. तितली फूलों से मधु लेती थी. राजू तितली से बोला, वो तितली आओ मेरे साथ खेलो. तितली बोली, समय नहीं, मैं मधु लेती हूँ. राजू कैसा लड़का था? वो कहाँ गया? राजू ने क्या देखा? तितली क्या करती थी? समय नहीं, मैं मधु लेती हूँ. कौन बोला? ഗുദ്സെ പ്യാർ എന്ന കവിതയിലെ വരികളാണ് തന്നിട്ടുള്ളത്. രണ്ടാമത്തെ 4 വരി നോക്കാം. ദർദ് അപ്പനെ ഫൂലോം സെ ഇത്തന പ്യാർ കരേ കി വോ ദേ സകെ ഫൂൽ ദുനിയാ കോ ബി. ഈ കവിത നമുക്ക് എഴുതി നമുക്കറിയാം. ഗുദ്സെ പ്യാർ ശോഭനാഥ് യാദവ് की കവിത है. കവിതയുടെ പ്രധാന ആശയം എന്ന് പറയുന്നത് സ്നേഹമാണ്. ബാദൽ അപ്പനെ പേട് അപ്പനെ ഫൂലോം സെ പ്യാർ. പേട് തൻ്റെ സ്വന്തം പൂക്കളെ സ്നേഹിക്കുന്നു. ആ പൂക്കൾ മറ്റുള്ളവർക്കെല്ലാം ലോകത്തിന് നൽകുന്നു. ബാദൽ അപ്പനെ ജൽ സെ ഇത്തന പ്യാർ കരേ കി വോ ദേ സകെ ജൽ ദുനിയാ കോ. ബാദ് നമുക്കറിയാം മേഘങ്ങൾ സ്വന്തം ജലത്തെ സ്നേഹിക്കുന്നു. ആ ജലം ലോകത്തിന് നൽകുന്നു. സൂരജ് ഹമേം താപ് ദേത്താ ഹെ. സൂരജ് ഹമേം പ്രകാശ് ദേത്താ ഹെ. സൂരജ് ഹമേം ഊർജ ദേത്താ ഹെ. ബാദൽ പാനി ദേത്താ ഹെ. ബാദൽ വർഷ ദേത്താ ഹെ. ബാദൽ शीतलता देता है. पेड़ फूल देता है. पेड़ लकड़ी देता है. पेड़ फल देता है. ഒരു പ്രൊഫൈൽ തയ്യാറാക്കാൻ വേണ്ടി ഇങ്ങനെ വിവരണം തരും. അപ്പോൾ അങ്ങനെ തന്നാൽ നമ്മുടെ അവിടെ എഴുതാണ് നാം, ജന്മ, പിത, മാത, രചന, മൃത്യു. അതിനെ മാതൃക ചുവടെ കൊടുത്തിട്ടുണ്ട്. ഗാന്ധിജി പേര്, ജനനം കൊടുത്തു, ജന്മം കൊടുത്തു പോർബന്ദർ, തീയതി കൊടുത്തിട്ടുണ്ട്. പിത കരംചന്ദ് ഗാന്ധി, മാതാ പുത്തലിബായ്, രചന മേരെ സപ്നോ കാ ഭാരത്, മൃത്യു അതായത് മരണം. പ്രൊഫൈൽ വീണ്ടും ഒരു മാതൃക കൊടുത്തിട്ടുണ്ട് നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ. ഇങ്ങനെയുള്ള വിവരണം പ്രൊഫൈൽ തയ്യാറാക്കാൻ വന്നേക്കാം. ഇത് ഇങ്ങനെയാണ് എഴുതേണ്ടത്. വന്നാൽ നാം എഴുതണം, ജനനം, പിതാവ്, മാതാവ്, യോഗ്യതകൾ, പ്രമുഖ രചന. ഇതിന് പോസ്റ്റർ സന്ദേശവുമായി ബന്ധപ്പെട്ടതാണ്, ശുചിത്വവുമായി ബന്ധപ്പെട്ട്. സ്വച്ഛതാ ഹി സഫായി ഹെ, തൻ ഹോ യാ മൻ ഹോ, സഫായി ജരൂരി ഹെ, പ്രകൃതി കെ സാത്ത് രഹിയെ. മാവലിനോങ് എന്ന പ്രദേശത്ത് എഴുതി വെച്ച അവിടെ എഴുതിയ മെസ്സേജാണ്. പ്ലാസ്റ്റിക് പ്രതിബന്ധിത് ഹെ, കച്ചറ ന ഫേങ്കേ, ഡസ്റ്റ്ബിൻ കാ ഇസ്തേമാൽ കരേ, സാഫ് സഫായി ഗുദ് കരേ. ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചതുമായി ബന്ധപ്പെട്ട വാർത്ത വരികയാണെങ്കിൽ എഴുതേണ്ടതാണ്. അപ്പോൾ ഏതൊരു പത്രവാർത്തയ്ക്കും വേണ്ടുന്നത് പ്രധാനമായിട്ടും തലക്കെട്ടാണ്. നമക് കാനൂൻ തോട, നിയമം ഉപ്പ് നിയമം ലംഘിച്ചു. അവിടെ എവിടെയാണ് ദാണ്ടി, ആ ദണ്ഡി കടപ്പുറത്താണ്. അതുമായി ബന്ധപ്പെട്ട പത്രവാർത്ത വന്നാൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ ആദ്യം ശീർഷക ഹെഡിങ് ഉണ്ടായിരിക്കണം. പിന്നെ എവിടുത്തെ വാർത്തയാണോ ആ സ്ഥലത്ത് പേരും ഉണ്ടായിരിക്കണം. ഗുദ്സെ പ്യാർ എന്ന കവിത തന്നിട്ട് ഇങ്ങനെ വന്നേക്കാം. ഗുദ്സെ പ്യാർ കവിത കിസ്നെ ലിഖി, ആരെഴുതി? നിമ്നലിഖിത ശബ്ദവും കെ സമാൻ അർത്ഥവാലെ ശബ്ദ ചുൻകർ ലിഖേ. പാനി, സൂരജ്, പ്യാർ, ഖുദ്. പാഠം എല്ലാവരും നന്നായി വായിക്കേണ്ട ഒരു ഭാഗമാണ്.
പലതവണ ആവർത്തിച്ച് വായിക്കേണ്ടത്. ऊर्जा से प्यार करे और संसार को ऊर्जा प्रदान करे. അപ്പോൾ ഈ ആശയം തന്നിട്ട് ഈ വരുന്നിട്ട് അതിൻ്റെ വരികൾ എഴുതാൻ തന്നാൽ സൂരജ് അപ്പനി ആഗ് സെ ഇത്തന പ്യാർ കരേ കി വോ ദേ സകെ ആഗ് ദുനിയാ കോ ഭി. അപ്പോൾ അതിൻ്റെ ആശയമാണ് സൂരജ് അപ്പനി ഊർജ സെ പ്യാർ കരേ और संसार को ऊर्जा प्रदान करे. പോസ്റ്റർ പേഡ് ലഗാവോ പ്രകൃതി കോ ബച്ചാവോ. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നടുന്നതുമായി ബന്ധപ്പെട്ട സന്ദേശം നൽകണമെങ്കിൽ പേഡ് ലഗാവോ പ്രകൃതി കോ ബച്ചാവോ. सूरज सूर्य प्यार स्नेह दुनिया संसार दर्द वृक्ष पेड़ फूल पुष्प बादल मेघ जल पानी. എല്ലാവരും നന്നായി വായിക്കുക. നല്ല പരീക്ഷ ആവട്ടെ. നന്ദി.